ഹായ് ഗുഡ് മോർണിംഗ്. നമുക്കിന്നൊരു തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ. ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ഒരു 4-5 പീസ് ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്ത് കഴിച്ചു നോക്കൂ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും. പുറമെ കുറച്ച് ക്രിസ്പി ആണെങ്കിലും ഇൻസൈഡ് നല്ല ജ്യൂസി ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ 4 ലെഗ് പീസും വേറെ 2 പീസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 4 ലെഗ് പീസിനും വേറെ 2 പീസിനും കൂടിയുള്ള അളവുകളാണ് പറയാൻ പോകുന്നത്. ആദ്യം നമുക്കൊരു ബൗൾ എടുക്കാം. അപ്പോൾ നമ്മൾ ബൗളിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എരിവിനായിട്ട് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. കളറിനായിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. 1-1.5 ടീസ്പൂൺ ചേർക്കാം. നമ്മൾ വേറെ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് ചെറിയൊരു ഉപ്പ് ഉണ്ടാവും, എങ്കിലും നമുക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത്, അപ്പോൾ ഉപ്പ് ചെറുതായിട്ട് കൂടുതലായിട്ട് വരും. അതുകൊണ്ട് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് മതി, അധികം ഉപ്പ് വേണ്ട. പിന്നെ നമ്മൾ ചേർക്കുന്നത് 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. എരിവിന് ഞാൻ പറഞ്ഞല്ലോ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നതെന്ന്. പിന്നെ നല്ലൊരു മണത്തിനും ഒരു ടേസ്റ്റിനും കൂടി നമ്മൾ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ തൈര് അല്ലെങ്കിൽ വിനിഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ്, ഞാനിപ്പോൾ പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത് വരുമ്പോൾ ഡ്രൈ ആയി പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്കിന്നോട് കൂടിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. സ്കിന്നോട് കൂടിയ ചിക്കൻ ആകുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് കൂടുതലല്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ സ്കിൻലെസ് ചിക്കൻ ആണെങ്കിൽ നിങ്ങൾ സ്കിന്നോട് കൂടിയ ചിക്കൻ വാങ്ങിക്കുക, അപ്പോൾ ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇപ്പോൾ ഞാൻ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ചിക്കൻ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം വരും, അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർക്കാത്തത്. പിന്നെ നമ്മുടെ ചിക്കൻ പീസ് നമ്മൾ ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ പീസിലേക്ക് നമ്മുടെ ഈ മാരിനേഷൻ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഓവർനൈറ്റ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഓവർനൈറ്റ് വയ്ക്കുന്നില്ല, ഒരു 2 മണിക്കൂറേ വയ്ക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ 6 മണി ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ന് രാത്രിയിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് ഞാൻ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ തന്നെ കണ്ടോ, നമ്മൾ വേറെ കളേഴ്സൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഒരു ലൈറ്റ് ഷെയ്ഡിലിരിക്കുന്നത്. നന്നായിട്ട് നമുക്ക് ഈ ഒരു മാരിനേഷൻ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസൊക്കെ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിന് നമുക്കൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. വയ്ക്കുമ്പോൾ അടച്ച് വയ്ക്കണം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചിക്കൻ്റെ മാരിനേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ 2 മണിക്കൂറിന് ശേഷം പറയാം. നമ്മളിപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 2 മണിക്കൂറായി. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് തുടങ്ങാം. ചിക്കൻ ഫ്രൈ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്യുന്നത് കറിവേപ്പിലയാണ് കേട്ടോ. നമ്മളിപ്പോൾ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ ഫ്ലേവർ ആദ്യം ചിക്കനിൽ പിടിക്കാനായിട്ടാണ് നമ്മൾ ഇതുപോലെ കറിവേപ്പില ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പില എടുത്ത് മാറ്റാൻ എളുപ്പമായിരിക്കും. അപ്പോൾ കറിവേപ്പില ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നല്ല കറിവേപ്പിലയുടെ ടേസ്റ്റോടു കൂടി ചിക്കൻ ഫ്രൈ നമുക്ക് കിട്ടും. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഫ്രൈ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റിൽ ചിക്കൻ ഫ്രൈ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ ഒരുപാട് പീസുകൾ ഒരുമിച്ചിട്ട് കൊടുക്കരുത്. 2-3 പീസ് മാത്രം നമ്മൾ ഒരേ സമയം ഫ്രൈ ചെയ്യുക. ഞാനിപ്പോൾ 2 പീസാണ് ഇട്ടിട്ടുള്ളത്. 3 പീസ് വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ 2 പീസ് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള പീസുകൾ ഇടാം. അപ്പോൾ ഈ 2 പീസ് ഫ്രൈ ആയി വരട്ടെ. നമ്മൾ ഒരേ കളറാവുന്നത് വരെ തിരിച്ചിട്ട് കൊടുക്കുക. ആദ്യമേ എണ്ണയിലേക്ക് ഇട്ടിട്ട് അപ്പോൾ തന്നെ തിരിക്കരുത്. കുറച്ച് സമയം കുക്കാവാൻ ടൈം കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യരുത്. ചിക്കൻ്റെ ഇൻസൈഡൊക്കെ നന്നായിട്ട് കുക്കാവണം. അത്യാവശ്യം എണ്ണയും വേണം കുക്ക് ചെയ്യാനായിട്ട്. ഷാലോ ഫ്രൈ ചെയ്യരുത്, ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. കുക്കായി വന്നതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് കുക്കായിട്ടില്ല, ചെറുതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു 2-3 പ്രാവശ്യം തിരിച്ചിട്ടാലേ കറക്റ്റായിട്ട് കുക്കായി വരുള്ളൂ കേട്ടോ.
അരിപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഈ സൈഡും ഒരു 3 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. 2 സൈഡും കൂടി 5 മിനിറ്റ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ ഇത്രയും എണ്ണയിൽ കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു 5 മിനിറ്റ് വീതം കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചിക്കൻ വെന്ത് കിട്ടും. ഇപ്പോൾ കണ്ടോ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. 2 സൈഡും 5 മിനിറ്റ് വീതമാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന പീസുകളെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈസി ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈസി ആയിട്ട് തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കൂ. വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുരുമുളക് പൊടിയുടെ അളവ് കുറയ്ക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നുപോയില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നുപോയില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.